വളരെ ക്രിട്ടിക്കലായിട്ടുള്ള വളരെ ട്രിക്കി ആയിട്ടുള്ള ഒരു പ്രൈസ് ആക്ഷൻ ഇന്നലത്തെ നിഫ്റ്റിയുടെ ചാർട്ടിൽ, ഇന്നലെ മീൻസ് 3 ജാനുവരി ചാർട്ടിൽ സംഭവിച്ചു. 5 മിനിറ്റ് ചാർട്ടിൽ. ഒരു പക്ഷേ അത് ശ്രദ്ധിക്കാതെ ട്രേഡ് എടുത്ത പല ആൾക്കാരും കാണും. ഈ ഒരു വീഡിയോ ആ ട്രിക്കി ആക്ഷൻ എന്താണ് സംഭവിച്ചത്, ആ ട്രിക്കി ആക്ഷൻ എങ്ങനെ മനസ്സിലാക്കണം, എങ്ങനെ നമ്മൾ അങ്ങനത്തെ ട്രിക്കി ആക്ഷൻസ് ഇൻ ഫ്യൂച്ചർ വരാൻ നേരത്ത് എങ്ങനെ നമ്മളതിനെ മറികടക്കാൻ ശ്രമിക്കണം എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷനാണ് ശരിക്കും. പ്രൈസ് ആക്ഷൻ എന്ന് വെച്ചാൽ പ്രൈസും വോളിയം തമ്മിലുള്ള സൈക്കോളജിയാണ്. അത് ഓരോ ക്യാൻഡിലെ പ്രൈസും വോളിയം തമ്മിൽ സൈക്കോളജിയുണ്ട്, ഒരു സോണിലെ പ്രൈസും വോളിയം തമ്മിൽ സൈക്കോളജിയുണ്ട്. ഈ രണ്ട് സൈക്കോളജി നമ്മൾ ഫാസ്റ്റായിട്ട് മനസ്സിലാക്കുകയും ഫാസ്റ്റായിട്ട് അതിനെ നമ്മൾ ആക്ഷനിലേക്ക് മാറ്റുകയും ചെയ്യുമ്പോഴാണ് നമ്മളൊരു പ്യുവർ അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ പ്രൈസ് ആക്ഷൻ ട്രേഡറായിട്ട് മാറുന്നത്. നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പാസ്റ്റ് ആയിട്ടുള്ള ചാർട്ട്സിലെ ട്രേഡ് ലൊക്കേഷൻസിലെ പ്രൈസും വോളിയം എങ്ങനെ റിയാക്ട് ചെയ്തു, അല്ലെങ്കിൽ ആ ഒരു സോണിൽ പ്രൈസും വോളിയം എങ്ങനെ റിയാക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ഒരു ട്രേഡ് ലൊക്കേഷൻ അവിടെ സംജാതമായത്. ആ ട്രേഡ് ലൊക്കേഷനിൽ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കലാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ജോലി. അപ്പോൾ നമ്മൾ പാസ്റ്റായിട്ടുള്ള കുറേ ചാർട്ട്സ് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പം ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മെമ്മറിയിലേക്ക് ഇങ്ങനെ എംബഡഡ് ആയിക്കൊണ്ടിരിക്കും ശരിക്കും. ആ പാസ്റ്റിൽ നിന്ന് വേണം നമ്മൾ പ്രസൻറ്റിലേക്കും ഫ്യൂച്ചറിലായിട്ട് ട്രേഡ് ചെയ്യിക്കാൻ നമ്മൾ കടക്കാനായിട്ട് ശരിക്കും. അപ്പം പാസ്റ്റ് ചാർട്ട്സിലെ ട്രേഡ് ലൊക്കേഷൻസിലെ പ്രൈസും വോളിയം ക്യാൻഡിൽ ബൈ ക്യാൻഡിൽ സോൺ ബൈ സോൺ എങ്ങനെ റിയാക്ട് ചെയ്തു അത് മനസ്സിലാക്കുക. ആ മനസ്സിലാക്കൽ നിങ്ങൾ ഒന്ന് കുറിച്ചിടുക. ഞാനൊക്കെ പ്രൈസ് ആക്ഷൻ പഠിക്കുന്ന കാലത്ത് അങ്ങനത്തെ കുറേ ചാർട്ട്സ് ഞാൻ പവർ പോയിൻ്റ് ഉണ്ടാക്കി അതിൻ്റെ അകത്ത് തന്നെ സേവ് ചെയ്തിടും. അപ്പോൾ ഡെയിലി ഇങ്ങനെ റെഫർ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ കുറേ നാൾ റെഫർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ മെമ്മറിയിൽ ഇത് വല്ലാതെ എംബഡഡ് ആയിപ്പം ശരിക്കും. അങ്ങനത്തെ ഒരു ഫ്യൂച്ചറിലൊരു ചാർട്ട് കാണുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ മെമ്മറി നമുക്ക് സ്ട്രൈക്ക് ചെയ്യും ശരിക്കും, നിൽക്കും. അതുപോലെ ചെയ്യാം ശരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രൈസ് ആക്ഷൻ നമ്മളൊരു ബെസ്റ്റ് ട്രേഡറായിട്ട് മാറുന്നത്. അത് 1-2 ദിവസത്തെ എഫർട്ടല്ല, അല്ല 1-2 ചാർട്ട് ഷെയർ ചെയ്തുള്ള എഫർട്ടുമല്ല, കുറേ ചാർട്ട്സിൻ്റെ ഇവാലുവേഷൻ്റെ ഒരു ഫൈനൽ റിസൾട്ടാണ് ശരിക്കും. അപ്പോൾ നമുക്ക് ചാർട്ടിലേക്ക് കിടക്കാം. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ മുമ്പിൽ നിഫ്റ്റിയുടെ ഫ്യൂച്ചേഴ്സിൻ്റെ ചാർട്ടാണ്. ഞാൻ ഇന്നലത്തെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു പ്രൈസ് ആക്ഷനെ കുറിച്ച് പറയാനാണ് ഈ ചാർട്ട് തുറന്നിരിക്കുന്നത്. അത് 1 hour ടൈം ഫ്രെയിമാണ് ഇന്നലത്തെ. നമ്മൾ ഇന്ന് വന്ന പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത് ഇതാണ് ശരിക്കും. നമ്മൾ ഇന്നത്തേനെ അവോയ്ഡ് ചെയ്യാം. ഇന്നലത്തെ ഒരു പോയിന്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് ഈ ഒരു ചാർട്ട് തുറന്നു വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കണം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നിഫ്റ്റി നേരെ വന്നിട്ട് ഈ ലെവലിൽ നിന്ന് നിഫ്റ്റി ബ്രേക്ക്ഔട്ട് കൊടുത്തു, തിരിച്ച് അവിടെ സപ്പോർട്ട് എടുത്തു, മേളിൽ പോയി തിരിച്ചു വന്നു, വീണ്ടും വന്നിട്ട് എന്താ സംഭവിച്ചത്, ഇവിടെ തന്നെ സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് വീണ്ടും പോയി, വീണ്ടും അവിടെ തന്നെ വീണ്ടും സപ്പോർട്ട് എടുക്കാൻ ശ്രമിച്ചു, പിന്നെ സ്ട്രോങ് ക്യാൻഡിൽ നേരെ താഴെ പോയി. അപ്പം ഈ ഒരു 1 hourൽ ഈ ഒരു ലെവൽ ഈസ് ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആദ്യം സപ്പോർട്ടായി, പിന്നെ താഴെ പോയപ്പോൾ റെസിസ്റ്റൻസ് ആയി, ലോ ഓഫ് പൊളാരിറ്റി ശരിക്കും. അപ്പം നമ്മൾ ഇതിനെ നമുക്കൊരു 5 minutes ചാർട്ടിലേക്ക് മാറ്റാം. നമ്മൾ 5 minutesലേക്ക് മാറ്റുവാണ്, നിങ്ങൾ ശ്രദ്ധിച്ചോണം. ദിസ് ഇസ് 5 minutes ചാർട്ട് ആക്ച്വലി നിഫ്റ്റിയുടെ. നമുക്ക് വോളിയം കൂടെ ഓൺ ചെയ്യാം. ഇന്നലെ ഈ ക്യാൻഡിൽ ഇതെന്താ സംഭവിച്ചു, ഇന്നലെ രാവിലെ ഒരു ടെമ്പററി റേഞ്ച് ക്രിയേറ്റ് ചെയ്തു. അതാണ് ടെമ്പററി റേഞ്ച് ക്രിയേറ്റ് ചെയ്തിട്ട് എന്താ സംഭവിച്ചത്, ഇത് ടെമ്പററി ഹൈ ടെമ്പററി ലോ വന്നതിന് ശേഷം ഹൈ കട്ട് ചെയ്തു, ഹൈ ക്രോസ് ചെയ്ത് പോയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, ഹൈ ക്രോസ് ചെയ്ത ക്യാൻഡിൽ എന്ന് പറയുന്നത് വീക്കാണ്. എനിവേ അത് പോട്ടെ. ബാക്കിയുള്ള 3 ക്യാൻഡിലും മുകളിലേക്ക് പോയ 1, 2, 3, 4 ക്യാൻഡിൽ റേഞ്ച് വീക്കാണ്. ശരിക്കും പറഞ്ഞാൽ ക്യാൻഡിലെ ബോഡി സൈസ് വീക്കാണ്. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ മൊമെന്റം ഫേഡ് ചെയ്യുന്നു എന്നുള്ളത് കാണിക്കുന്നു. സാധാരണഗതിയിൽ ഇങ്ങനെ മൊമെന്റം ഗ്രീനിൽ വീക്കായിട്ട് റെഡ് ക്യാൻഡിൽ വന്നിട്ട് നോർമലി താഴത്തേക്ക് പോവുക ചെയ്യുന്നത്. പക്ഷേ ഇന്നലെ സംഭവിച്ച സ്ട്രോങ് ആയിട്ട് ഗ്രീൻ ക്യാൻഡിൽ ഞാൻ നേരത്തെ 1 hour കാണിച്ച ക്രിട്ടിക്കലായിട്ടുള്ള ആ റെസിസ്റ്റൻസിനെ ക്ലോസും ചെയ്തു. ക്ലോസിങ് ട്വേഡ്സ് ഹൈ ആണ് ശരിക്കും. പക്ഷെ എൻ്റെ തല രസം എന്താണെന്ന് അറിയാമോ, ഈ ക്യാൻഡിൽ നമ്മൾ കാണുമ്പോൾ ഭയങ്കര സ്ട്രോങ് ആണ്, ശരിയല്ലേ? അതിന്റെ വോളിയം നോക്ക്, ആബ്സല്യൂട്ട്ലി വീക്കാണ്. രണ്ടാമത്തെ കാര്യം, ഈ ക്യാൻഡിലും ഓൾമോസ്റ്റ് സെയിം തന്നെ, ഓൾമോസ്റ്റ് സെയിം ലുക്ക് എലൈക്കാണ് അല്ലെ? അത് ഈ ക്യാൻഡിലും ലുക്ക് എലൈക്കാണ് ശരിക്കും അല്ലെ? ഓൾമോസ്റ്റ് ലുക്ക് എലൈക്കാണ്. ഈ ക്യാൻഡിലെ റേഞ്ച് എന്ന് പറയുന്നത് ലോ 18,222 ഹൈ 18,252 60 സോ സംതരണം 30 രൂപ. 30 രൂപ റേഞ്ച് ക്രിയേറ്റ് ചെയ്തപ്പോൾ ആ ക്യാൻഡിലെ വോളിയം എത്രയാ? വോളിയം നിങ്ങൾ ഇവിടെ നോക്കണം, 240K ആണ്. ശരി, ഈ റേഞ്ച് ക്രിയേറ്റ് ചെയ്തപ്പോൾ ദാറ്റ് മീൻസ് 30 രൂപ റേഞ്ച് ക്രിയേറ്റ് ചെയ്തപ്പോൾ ഇവത്തിലുള്ള വോളിയം 240K ആണ്. ആ വോളിയമാണ് ഇത് ഈ കാണുന്നത്. ശരി, അതിനുശേഷം ഇവിടുത്തെ റേഞ്ച് എത്രയാണ്? ഈ റേഞ്ച് എന്ന് പറയുന്നത്
ഹൈ 18289 low 18263 സോ 18289.80 18260.15 സോ സംതിങ് അറൗണ്ട് 27 രൂപ. 30 രൂപയ്ക്ക് വന്ന വോളിയം 239 ആണ്. 27 രൂപയ്ക്ക് വന്ന വോളിയം അതിന്റെ പകുതി പോലുമില്ല, 100K ഉള്ളൂ, ജസ്റ്റ് 100K. സോ ദാറ്റ് ഷോസ് എ ഡിസ്പാരിറ്റി അല്ലെ. നമ്മൾ പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത് പല തൊട്ട് ആ ഒരു സോണിലെ ക്യാൻഡിൽസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രൈസും വോളിയം എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നുള്ളതാണ് പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്ന സാധനം. ഇവിടെ സെയിം ഓൾമോസ്റ്റ് ലുക്ക് അലൈ ക്യാൻഡിൽ, ഒരുപോലത്തെ ക്യാൻഡിൽ 240K വോളിയം കൊടുത്തപ്പോൾ സെയിം ക്യാൻഡിൽ 100K വോളിയമേ കൊടുത്തുള്ളൂ. ദാറ്റ് മീൻസ് വോളിയത്തിലെത്തി വ്യത്യാസം വന്നു. സോ ദാറ്റ് ഈസ് ഫസ്റ്റ് ഡിസ്പാരിറ്റി. ഇതാണ് ഫസ്റ്റ് ഡിസ്പാരിറ്റി. രണ്ടാമത്തെ കാര്യം, നമ്മൾ സപ്പോസ് ഇതൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾ എൻട്രി ചെയ്യുന്നു വെക്കുക. അടുത്ത ക്യാൻഡിൽ വാസ് ക്വൈറ്റ് ഓക്കെ. രസം എന്ന് വെച്ചാൽ ഈ ക്യാൻഡിൽ 100K ആയിരുന്നു, ഈ കൊച്ചി ക്യാൻഡിൽ 100K വോളിയാണ് വന്നത്. സോ ദാറ്റ് ഈസ് കൺഫ്യൂസിങ്. ശരിക്കും ആ 100Kക്കുള്ള ബോഡി ഇല്ല. ശരിക്കും ഈ ക്യാൻഡിൽ എന്താ സംഭവിച്ചേ? വോളിയം ഓൾമോസ്റ്റ് 200K വോളിയം വന്നിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് കൺഫ്യൂഷൻ ആണ്. ഡോജി ക്യാൻഡിലിൽ 200K വോളിയം വന്നിരിക്കുന്നത്, താത്തിയാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത്. അടുത്ത ക്യാൻഡിൽ വീക്ക്, അടുത്ത ക്യാൻഡിൽ വീക്ക്, അടുത്ത ക്യാൻഡിൽ നമ്മൾ നോക്കും ഭയങ്കര ക്യാൻഡിലാണെന്ന് അല്ലെ, സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡിലായിട്ട് തോന്നും. ബോളി എത്രയാ? 50K. ഇവിടെ 100K, ഇവിടെ 50K. വീണ്ടും റെഡ് ക്യാൻഡിൽ, വീണ്ടും റെഡ് ക്യാൻഡിൽ, വീണ്ടും റെഡ് ക്യാൻഡിൽ. നിങ്ങൾ ഇതിന്റെ ഈ റെഡ് ക്യാൻഡിൽസിന്റെ മേളിലൊക്കെ സ്ട്രോങ് സെല്ലിംഗ് നടക്കുന്നുണ്ട്. അതിന്റെ നിങ്ങൾ ആ വിക്ക് ഒന്ന് നോക്ക്, എല്ലാത്തിന്റെ മേളത്തെ വിക്ക് നോക്കുന്നത് കുറച്ചുകൂടെ സൂം ചെയ്യാം. നോക്കൂ, അതിന്റെ മേളത്തെ വിക്ക് നിങ്ങൾ നോക്ക്. ഇവിടെ വിക്കണ്ട്, ഇവിടെ വിക്കണ്ട്, ഇവിടെ വിക്കണ്ട്. അവിടെ ആ റെസിസ്റ്റൻസിനെ ടച്ച് ചെയ്യുമ്പോൾ അവിടെ വിക്കണ്ട്, അവിടെ വിക്കണ്ട്, അവിടെ വിക്കണ്ട്. വീണ്ടും റെസിസ്റ്റൻസിനെ ടച്ച് ചെയ്യുമ്പം ഇവിടെ വിക്കായി, ഇവിടെ വിക്കായി, ഇവിടെ വിക്കായി, പിന്നെ എല്ലാം നേരെ താഴത്തേക്ക്. ഇനി ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ടോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ചിട്ടുള്ളൂ, ജസ്റ്റ് ഒന്ന് വരച്ചിട്ടാൽ മതി. അത് സോൺ ഒന്ന് വരച്ചിട്ടാൽ മതി. സോൺ ഈ ഭാഗത്ത് നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. യെസ്, കണ്ട കട്ട് ചെയ്തു, തിരിച്ചു കയറി വന്ന് ഫാൾസ് ബ്രേക്ക് ഔട്ട് വന്നു. ഇവിടെയും സപ്പോർട്ട് കൊടുത്തു, ഇവിടെയും സപ്പോർട്ട് കൊടുത്തു, ഇവിടെയും സപ്പോർട്ട് കൊടുത്തു. ഇവിടെ വന്നിട്ട് നേരെ സപ്പോർട്ട് കൊടുത്തിട്ട് ഫാൾസ് ബ്രേക്ക് ഔട്ട് ആയിട്ട് താഴെ പോയി, വീണ്ടും ഫാൾസ് ബ്രേക്ക് ഔട്ട് ആയിട്ട് താഴെ പോയി. അപ്പം ദാറ്റ്സ് എ വാലിഡ് ആണ്. ശരിക്കും ദാറ്റ്സ് വെരി വാലിഡ് ആയിട്ടുള്ളതാണ് ആ 50 മിനിറ്റ്സ് റെസിസ്റ്റൻസ് ശരിക്കും. എനിവേ, സോ അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കണം, ഇവിടെ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഈ റെസിസ്റ്റൻസിനോട് അടുക്കും തോറും അപ്പർ വിക്കാണ് സ്ട്രോങ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ അപ്പർ വിക്ക്, 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 ഇവിടെ അപ്പർ വിക്ക്. ദാറ്റ് മീൻസ് സെല്ലർ ഈസ് ഡോമിനേറ്റിംഗ് ദി ബെസ്റ്റ്. ബയറിനെ ഒരു കാരണവശാലും ഇതിന് മേലേക്ക് കൊണ്ടുപോകാൻ സമ്മതിക്കുന്നില്ല. രണ്ട്, ബയർ എവിടൊക്കെ ഒന്ന് തലപൊക്കുന്നു അവിടൊക്കെ വോളിയം വീക്കാണ്. ഈ ക്യാൻഡിൽ വോളിയം 50.5 ഉള്ളൂ ശരിക്കും. ഈ അതിനോട് ചേർന്നുള്ള റെഡ് ക്യാൻഡിൽ, ഈ ക്യാൻഡിലിന്റെ പകുതിയേ ഉള്ളൂ. വോളിയം എത്രയാ? 81K ആണ് വോളിയം. ഈ ക്യാൻഡിൽ വോളിയം 27 ഉള്ളൂ. ക്യാൻഡിൽ കണ്ടാൽ ഭയങ്കരമായിട്ടൊക്കെ തോന്നും. 27 വോളിയം ഉള്ളൂ. തൊട്ടടുത്ത റെഡ് ക്യാൻഡിൽ വോളിയം എത്രയാ? 24.95, 25 ആണ്. ഈ ക്യാൻഡിൽ പകുതിയേ ഉള്ളൂ. ഓരോ ക്യാൻഡിലും ഈ ക്യാൻഡിൽ വോളിയം 51 ആണ്. നെക്സ്റ്റ് ക്യാൻഡിൽ വോളിയം എത്രയാ? 50. സെയിം. സോ റെഡ് ക്യാൻഡിൽസ് ആർ ഡോമിനേറ്റിംഗ് വിത്ത് സ്ട്രോങ് അപ്പർ വീക്ക് ആൻഡ് സ്ട്രോങ് വോളിയം. മൂന്നാമത്തെ ഫൈൻഡിങ് നമ്മൾ എന്താ, ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു, ഐ ആൾവേസ് വർക്ക് ഔട്ട് വിത്ത് എ റേഞ്ച് ബ്രേക്ക് ഔട്ട്. ഇതാണ് എന്നെ സംബന്ധിച്ചുള്ള ബെസ്റ്റ് സംഗതി. അപ്പൊ നമ്മൾ എന്താ സംഭവിച്ചത്, ഇവിടെ റേഞ്ചിലായി ശരിക്കും. നൗ ഇറ്റ് ഈസ് ഇൻ എ റേഞ്ച്. ഇതാണ് റേഞ്ച് എന്ന് പറയുന്ന സാധനം അല്ലെ. ദിസ് ഇസ് എ റേഞ്ച്. പക്ക റേഞ്ചിലേക്ക് വന്നു, നിഫ്റ്റി റേഞ്ചിലേക്ക് വന്നു. റേഞ്ച് ബ്രേക്ക് ഔട്ട് ആണ്. ഐ ആൾവേസ് വർക്ക് വിത്ത് റേഞ്ച് ബ്രേക്ക് ഔട്ട്. ദാറ്റ് ഈസ് മൈ സ്ട്രെങ്ത്. ഇതാണ് റേഞ്ച് ബ്രേക്ക് ഔട്ട് എന്ന സാധനം. ഇനി ഈ റേഞ്ച് ബ്രേക്ക് ഔട്ട് ആണ് നമ്മുടെ എൻട്രി എന്ന് പറയുന്ന സാധനം. ഈ റേഞ്ച് ബ്രേക്ക് ഔട്ടിലെ വോളിയം നിങ്ങൾ നോക്കണം. ഈ ക്യാൻഡിൽ എന്ന് പറയുന്നത് 56.5K ആണ് വോളിയം, 56.85K. ഈ ക്യാൻഡിൽ എന്ന് പറയുന്നത് K എത്രയാ? വോളിയം എത്രയാ? 27.9. ഈ ക്യാൻഡിൽ വോളിയം എത്രയാ? 50. 50യെക്കാട്ടിലും 27നെക്കാട്ടിലും സ്ട്രോങ് വോളിയമാണ് ഈ റെഡ് ക്യാൻഡിൽ സംഭവിച്ചത്. നമ്പർ 1. നമ്പർ 2 കുറച്ചുകൂടെ അടുത്തേക്ക് വെക്കാം. നമ്പർ 2, ക്യാൻഡിൽ ക്ലോസിംഗ് എന്ന് പറയുന്നത് 2 is low ആണ്. ക്യാൻഡിൽ ക്ലോസിംഗ് താഴെയാണ്. ക്യാൻഡിൽ ക്ലോസ് ആയിരിക്കും. അടുത്ത ക്യാൻഡിൽ സ്ട്രോങ് അപ്പർ വീക്ക് ആണ്. ക്യാൻഡിൽ ക്ലോസിംഗ് 2 is low. അടുത്ത ക്യാൻഡിൽ ക്ലോസിംഗ് 2 is low. ഇവത്തിൽ എത്രയാ വോളിയം? 56. അടുത്തിൽ എത്രയാ വോളിയം? 64. അടുത്തിൽ എത്രയാ വോളിയം? 77. ക്യുമുലേറ്റീവ് ആയിട്ട് വോളിയം കൂടുവാണ് റെഡ് ക്യാൻഡിൽസിൽ. അടുത്തത് 150. ഇറ്റ്സ് ക്യുമുലേറ്റീവ് വോളിയം ഇസ് ഇൻക്രീസിങ് ആക്ച്വലി. ഇതാണ് പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്ന സാധനം. പാസ്റ്റ് ഇല്ലാതെ ഒരിക്കലും പ്രസന്റ് ഫ്യൂച്ചറും ഉണ്ടാകത്തില്ല.
പാസ്റ്റ് പ്രൈസ് ആക്ഷൻ നിങ്ങൾ കറക്റ്റായിട്ട് വർക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് കുറേ നാൾ കുറച്ച് ചാർട്ട്സ് നിങ്ങൾ കറക്റ്റ് ട്രേഡ് ലൊക്കേഷനിൽ എങ്ങനെ പ്രൈസും വോളിയം, ഇതൊരു ട്രേഡ് ലൊക്കേഷനാണ്, ഈ കറക്റ്റ് ട്രേഡ് ലൊക്കേഷനിൽ എങ്ങനെ പ്രൈസും വോളിയം റെസ്പോണ്ട് ചെയ്യുന്നുള്ളതാണ് നിങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആ പ്രൈസ് വെസസ് പ്രീവിയസ് പ്രൈസസ്, വോളിയം വെസസ് പ്രീവിയസ് വോളിയം, അതിന് നമ്മൾ ഈ സോണിൽ ഏത് ക്യാൻഡിൽ വേണം നമുക്കെടുത്ത് കമ്പയർ ചെയ്യാം. ഒരു ഒറ്റ സോണല്ലേ ഈ പറയുന്നതാണ്. ഇത് എത്ര മണിയായി? 10 മണി. ഇവിടെ എത്ര മണിയായി? 12 മണി. സോ 2 അവേഴ്സിലെ പ്രൈസ് ആക്ഷൻ കംപ്ലീറ്റ് നിങ്ങൾക്ക് അസസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ആക്ഷൻ എടുക്കാനായിട്ട്. ഇവിടെ അതുവരെ ക്ഷമ വേണം, അനാലിസിസ് കറക്റ്റ് ആയിട്ട് നടക്കും, എങ്കിൽ മാത്രമേ ബാക്കിയുള്ള ഈ ലെവലിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഫിറ്റിനെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ ഞാൻ കാണിക്കുമ്പോൾ പലതും എളുപ്പമായിട്ട് തോന്നും, പക്ഷെ പാസ്റ്റ് ആയിട്ടുള്ള ചാർട്ടുകൾ ഇപ്പം ഇന്ന് ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയിലെ ചാർട്ടുകളിലെ ട്രേഡ് ലൊക്കേഷൻസ് എങ്ങനെ പ്രൈസും വോളിയം അതിന്റെ സമയത്തുള്ള ക്യാൻഡിൽസുമായിട്ട് എങ്ങനെ റിലേറ്റഡ് ആയിരിക്കുന്നത് മനസ്സിലാക്കുക. നിങ്ങളൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കുക, നോട്ട്സ് തയ്യാറാക്കുക. അങ്ങനെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ പതുക്കെ നിങ്ങൾ ബെറ്റർ ആയിട്ട് വരും. ശരിക്കും അങ്ങനെ ഒരു 6 months കഴിയുമ്പം യു വിൽ ബിക്കം എ ഫാന്റാസ്റ്റിക് പ്രൈസ് ആക്ഷൻ ട്രേഡർ. പിന്നെ ഒരു ഇൻഡിക്കേറ്ററിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് പ്രൈസും വോളിയത്തിനെ ഒരിക്കലും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെയൊക്കെ പ്രൈസ് മാനിപ്പുലേഷനാണ് വന്നിരിക്കുന്നത്. കണ്ടോ, സ്ട്രോങ് ക്യാൻഡിൽ പ്രൈസ് മാനിപ്പുലേറ്റഡ്, വോളിയമില്ല. സ്ട്രോങ് ക്യാൻഡിൽ പ്രൈസ് മാനിപ്പുലേറ്റഡ്, വോളിയമില്ല. സ്ട്രോങ് ക്യാൻഡിൽ ഈ ക്യാൻഡിലും ക്ലോസ് ചെയ്യാൻ ടുവേഴ്സ് ഹൈ ആണ്. പെട്ടെന്ന് കണ്ടാൽ നമ്മൾ വിചാരിക്കും സ്ട്രോങ് ആണ്, ഇപ്പൊ ഇത് ക്രോസ് ചെയ്ത് പോകുന്നു വിചാരിക്കും. പക്ഷെ ഇത് സംഭവിച്ചത് പ്രൈസ് മാനിപ്പുലേഷൻസ് ഹാപ്പൻ വിത്ത് ലെസ് വോളിയം. വോളിയത്തിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. വോളിയമാണ് ഡയറക്ടർ. പ്രൈസ് എന്ന് പറയുന്നത് ഒരു നടൻ മാത്രമാണ്. ഫ്രണ്ട്സ്, ഞാൻ ഈ പറഞ്ഞ പ്രൈസ് സെക്ഷൻ നിങ്ങൾ വളരെ പ്രിസൈസ്ഡ് ആയിട്ട് മനസ്സിലാക്കണം. 2, 3, 4 പ്രാവശ്യം നിങ്ങൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് തറവാക്കണം. അതേപോലത്തെ സിറ്റുവേഷൻസ് ഇൻ പാസ്റ്റിൽ നിങ്ങൾ കണ്ടുപിടിച്ച് ആ സിറ്റുവേഷൻസിൽ പ്രൈസും വോളിയം എങ്ങനെ റെസ്പോണ്ട് ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കണം. നമുക്കൊരിക്കലും 100% കൺഫർമേഷൻ ഒരു ട്രേഡിലും കിട്ടില്ല. ഒരു 60-70% കൺഫർമേഷൻ കിട്ടിയാൽ നമ്മൾ അതിൻ്റെ പുറത്തുള്ള ബെസ്റ്റ് പ്രോബിലിറ്റി ട്രേഡ്സ് ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത്. നമുക്കത് മതി. പക്ഷേ നമ്മൾ ആ ട്രേഡ് പക്കയായിരിക്കണം. ആ പക്കയാക്കുന്നതിലാണ് നമ്മുടെ പ്രൈസ് ആക്ഷൻ, നമ്മുടെ അറിവിൻ്റെ, നമ്മുടെ നോളജിൻ്റെ എന്താ പറയേണ്ടത് ഇംപ്ലിമെൻറ്റേഷൻ, ട്രാൻസ്ലേഷൻ ആക്ഷനിലേക്ക് വരുന്നത്. ശരിക്കും കൂടുതൽ പ്രൈസ് ആക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചാർട്ട്സുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സൈനിങ് ഓഫ്.